ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പുത്രദാ ഏകാദശിയാണ്. പാരന വിടുന്നത് നാളെ 6-ാം തീയതി 6:14 AM മുതൽ 10:23 AM വരെയാണ്. ഈ ദിവസം ഏകാദശി വ്രതകഥ ഏകാദശി ദിവസവും പാരന വിടുന്ന സമയത്തും കേൾക്കുന്നത് അത്യുത്തമമാണ്. പൂ എന്ന നരകത്തിൽ നിന്ന് ത്രായതേ, അതായത് മോചിപ്പിക്കുന്ന ആളാണ് പുത്രൻ എന്ന് പറയുന്നത്. സന്താന ലബ്ധിക്കും സൽപുത്രന്മാരുണ്ടാകാനും ഉള്ള സന്താനങ്ങളെല്ലാം സൽഗുണങ്ങളോടുകൂടി വളർന്നു വരുവാനും ഈ പുത്രദാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ഏകാദശി വ്രതകഥ ഇപ്രകാരമാണ്. മാഹിഷ്മതി എന്ന രാജ്യത്തെ രാജാവായിരുന്നു മഹാജിത്ത്. അദ്ദേഹം പ്രജാതൽപരനായ ഒരു രാജാവായിരുന്നു. പ്രജകൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അദ്ദേഹം തൽപരനായിരുന്നു. പ്രജകളെ സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹം നോക്കിയിരുന്നത്. പക്ഷേ രാജാവിന് ഒരു ദുഃഖമുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഒരു പുത്രന് വേണ്ടി അദ്ദേഹവും ഭാര്യയും ഒത്തിരി ആഗ്രഹിച്ചു. തൻ്റെ മരണശേഷം തൻ്റെ മരണാനന്തര ക്രിയകൾ നടത്തുവാനായി ഒരു